SK ഇപ്പോൾ മന്ത്രി കെ രാജൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. പരിക്കേറ്റവരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പുറത്തു വരുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കും. ആ ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അവസ്ഥ എന്താണെന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാധ്യമങ്ങളാകെ ഇവിടെ കെ രാജൻ്റെ വാക്കുകൾക്കായി കാത്തിരിക്കുകയാണ്. എന്തായാലും മെഡിക്കൽ കോളേജിൽ നേരത്തെ പറഞ്ഞ ആ സാഹചര്യം തന്നെയാണ്. വളരെ സങ്കടകരമായ അവസ്ഥ. 11 പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. 14 പേരാണ് ആകെ ചികിത്സയിലുണ്ടായിരുന്നത്. അതിൽ 3 പേർ ഇതിനോടകം തന്നെ ഡിസ്ചാർജ് ചെയ്തു പോയിട്ടുണ്ട്. ബാക്കി 11 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 6 പേരുടെ നില വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ പോലും അപകട നിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഈ 5 പേരിൽ 2 പേർ വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടിയാണ്. ഏതാണ്ട് 80% പൊള്ളലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആ 2 പേരുടെ കാര്യത്തിൽ ആണ് വലിയ ആശങ്ക നിലനിൽക്കുന്നത്. എന്തായാലും ഡോക്ടർമാർ, അതായത് കോട്ടയം, പാലക്കാട്, എറണാകുളം മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ആവശ്യമായ പരിശോധനകൾ നടത്തി ആവശ്യമായ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഡോക്ടേഴ്സ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഉറ്റവർക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയോടെ ആളുകൾ, സാധാരണക്കാരായ മനുഷ്യർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ഈ പല ഇടങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം അല്പം മുൻപ് ശിഖ സുരേന്ദ്രൻ, ജില്ലാ കളക്ടർ, കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. എങ്കിൽ പോലും അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നത് സംബന്ധിച്ചാണ് മന്ത്രി കെ രാജനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ 3 പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ട് 5 പേരുടെ പോസ്റ്റ്മോർട്ടമാണ് ആകെ പൂർത്തിയായിരിക്കുന്നത്. ഇതിൽ 2 പേരുടെ മൃതദേഹം ഇനിയും തിരിച്ചറിയാനുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് ജില്ലാ കളക്ടർ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും വലിയ സങ്കടം തന്നെയാണ്. 40ഓളം പേരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 27 പേരാണ് ഇപ്പോൾ ഈ വിവിധ ആശുപത്രികളിലായി ഉള്ളത്. അതിൽ 13 പേർ മരിച്ച നിലയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ എല്ലാവരും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങൾ മാത്രമാണ് പലരുടെയും കിട്ടിയിരിക്കുന്നത്. ആ ശരീരഭാഗങ്ങൾ വെച്ച് ഇനി തിരിച്ചറിയണമെങ്കിൽ ബന്ധുക്കളുടെ അടക്കം DNA ശേഖരിച്ച ശേഷം വിദഗ്ധ പരിശോധന നടത്തേണ്ടതുണ്ട്. കുറച്ച് അല്പസമയത്തിനകം തന്നെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ എത്തും. DNA പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ ശേഖരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി നേരത്തെ രാമനിലയത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ എത്തി മന്ത്രിമാരുടെ സംഘം ഇവിടെ തന്നെ ഉണ്ട്. അവർ കാര്യങ്ങൾ നേരിട്ട് ഏകോപിപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തും. രോഗികളെ സന്ദർശിക്കും. അതിനുശേഷം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ സാന്നിധ്യം ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയവും മറന്ന് രാഷ്ട്രീയ സാമുദായിക ചിന്തകളൊക്കെ വെടിഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി നാടിനുണ്ടായ ഒരു വലിയ ദുരന്തത്തിനെ അതിജീവിക്കാൻ വേണ്ടി കൈകോർത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക, ഒപ്പം ഈ പരിക്കേറ്റവർക്കും അതുപോലെ തന്നെ ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുക, വേണ്ട സഹായങ്ങൾ നൽകുക. നേരത്തെ സുഹൈലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീടുകളൊക്കെ നശിച്ചു പോയ ആളുകളുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുക. അത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രീകൃത അത്തരത്തിലുള്ള യോഗങ്ങളും മറ്റുമാണ് നടക്കുന്നത്. മന്ത്രിസഭാ യോഗം നടക്കാനിരിക്കുന്നു. അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ ധനസഹായം നൽകേണ്ടതുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ചിരുന്നു. പരിക്കേറ്റവർക്കും ചികിത്സാ സഹായം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ അത്തരത്തിലുള്ള സഹായം വരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും സംസ്ഥാനം ഒട്ടാകെ ഒരു വലിയ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അപ്പോഴും ഇതിനെ അതിജീവിക്കാൻ, അല്ലെങ്കിൽ ഈ അപകടത്തിൽപ്പെട്ട മനുഷ്യരെ കൈത്താങ്ങാവാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ആശുപത്രിയിൽ ഞാൻ നേരത്തെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ നിന്ന് തനേഷ് തമ്പി സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.